ചെറിയ വീടാണ് കേട്ടോ. ഫുൾ പണിയൊന്നും കഴിഞ്ഞില്ല. നോക്കോ, ചെറിയ വീടാണ്. മേലെല്ലാം കണ്ടോ. കൂണാക്കാൻ വേണ്ടിയിട്ട് കോഴി വളർത്താനെന്നെല്ലാം പറഞ്ഞിട്ട് എടുത്തായിരുന്നു. ഒന്നും നടന്നിട്ടില്ല. വീട്ടിൻ്റെ പേര് കണ്ടോ? ആ, വീട്ടിൻ്റെ പേര്. പണി തീർക്കുന്നതിനൊക്കെ വീട്ടിൻ്റെ പേരെല്ലാം വെച്ച്. ചെറിയ വീടാണ്. വണ്ടീൻ്റെ ടയർ മാറ്റാനിതാ. ടയർ മാറ്റിയിട്ട് വന്നിട്ടേ ഉള്ളൂ. അന്നേരം ടയർ മാറ്റിയിട്ട് വരുമ്പോൾ ഓളാടെ നിന്നിട്ട് വേണ്ട. ചെറിയ വീടാണ്. ചെറിയ ചെറിയ ചെടികളെല്ലാം വെച്ച് മിറ്റെല്ലാം അലങ്കരിച്ചിട്ടാണ് ഉള്ളത്. ചെറിയ ചെറിയ ചെടികൾ. എങ്ങനെയെല്ലാം പൂട്ടിട്ട് വേണോ എന്തെങ്കിലും വീറ്റ് പൈസയൊക്കെ. ചന്ദനത്തിൻ്റെ തയ്യാണ്. സ്ഥലമില്ലാതുകൊണ്ട് മുറ്റത്തെല്ലാം നട്ടാൽ. അതെല്ലാം ചെറിയ ഒന്നും പണിയൊന്നും തീർത്തിട്ടൊന്നുമില്ല. ഫുൾ പണിയൊന്നും തീർത്തിട്ടില്ല. അടുക്കളയെല്ലാം കാണില്ലേ, എല്ലാം ഭാര്യ വലിച്ചിട്ടാ മതി. ഒരു പെണ്ണില്ലാതെ വീട് ഇങ്ങനെ ഉണ്ടാവുക. പെണ്ണുണ്ടായി കഴിഞ്ഞാൽ അടുക്കും ചിട്ടയെല്ലാം ഉണ്ടാവും. ഇത് ഒരൊറ്റ റൂമേനെ ഞാൻ ഇപ്പം തൽക്കാലം 2 റൂമാക്കി. അവസ്ഥകൾ അങ്ങനെയില്ലാന്നുള്ളത്. അടുക്കും ചിട്ടെല്ലാം വേണമെങ്കിൽ പെണ്ണ് വരണം. ചെറിയ ഒറ്റക്ക് തേപ്പെല്ലാം ഒറ്റക്ക് തന്നെ കഴിച്ച്. ആരുമില്ല പിന്നെ. അപ്പോൾ ഒരു ഇടപാടിന് നിൽക്കൂലെന്ന് വിചാരിച്ചാൽ മതി. വരുന്ന പെണ്ണിനെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒത്തുപോലെ നോക്കണം. അത്ര വേറെ എന്ത് പറയുന്നു, എല്ലാം ശരിയായി കൊണ്ടുവരണം. എന്നും പണിയുണ്ട്. ഇപ്പം ഞാൻ ഒറ്റക്ക് മാത്രം പ്രയത്നിച്ചിട്ട് ഇനി ആക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം ഫിനിഷാക്കിയിട്ട് ഓളെ കൂടിയിട്ട് വരാൻ അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓളെന്തിനാ പിന്നെ വെറും ചോറും കറിയും വെക്കാനാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ നടക്കട്ടെ. ഇഷ്ടമുള്ള വരട്ടെ. റോഡ് ആണ് തടസ്സം. പക്ഷെ അത് കേസിലാണ് ഉള്ളത്. അതിപ്പോൾ റോഡ് ശരിയാവും. വണ്ടി മുറ്റത്തോളം വരും. ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പർ ശരിയാവും. ഇപ്പം പോലീസുകാർ വന്നിട്ട് എല്ലാം അടിച്ച് പൊളിച്ച് റോഡുകളുടെ മുറ്റം വരെ വരും. ബന്ധുക്കളുടെ തന്നെ ശത്രുക്കൾ. അപ്പം അങ്ങനെയല്ല ഉള്ളത്. എന്നാൽ ശരി.